കഴിഞ്ഞ വിഷുവിന് അതുക്കുട്ടി തീരെ ചെറുതായിരുന്നു കേട്ടോ. 19 ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ വിഷുവിന് അതുക്കുട്ടിക്ക് 1 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ വിഷുവൊക്കെ അല്ലേ, നിങ്ങൾ വിചാരിച്ച് പടക്കമൊക്കെ മേടിച്ച് പൊട്ടിക്കാമെന്ന്. കൂടുതലും മേശപ്പൂ, തലച്ചക്രം, കമ്പിത്തിരിയൊക്കെയാണ് കേട്ടോ മേടിച്ചത്. അധികം സൗണ്ടുള്ള പടക്കങ്ങൾ മേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നാലും ഒരു മാലപ്പടക്കം മേടിച്ചു. അപ്പോൾ അതുക്കുട്ടിയുടെ റിയാക്ഷൻ എന്താണെന്ന് ആദ്യം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. മാലപ്പടക്കം പൊട്ടിച്ചതും അതുക്കുട്ടി നല്ല കരച്ചിലായിരുന്നു. അവൻ ശരിക്കും പേടിച്ചു. ഇങ്ങനെ കരയുമ്പോൾ ഞാൻ വിചാരിച്ചില്ല. ഫസ്റ്റ് തന്നെ മാലപ്പടക്കം പൊട്ടിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ആൾ നല്ല വാശി. പിന്നെ മേശപ്പൂ കത്തിക്കുമ്പോഴൊക്കെ കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മേശപ്പൂവും തലച്ചക്കറൊക്കെ കത്തിച്ചപ്പോൾ അവന് ഇഷ്ടമായി തുടങ്ങി. പിന്നെ കരച്ചിലൊക്കെ മെല്ലെ നിന്നു. പിന്നെ കമ്പിത്തിരിയൊക്കെ കത്തിക്കണ കാണുമ്പോൾ അവൻ്റെ കയ്യിൽ കിട്ടാനുള്ളൊരു വാശിയും കരച്ചിലായിരുന്നു കേട്ടോ. ആദ്യം അമ്മ കരച്ചിലും ഞെട്ടലൊക്കെ ആയിരുന്നെങ്കിലും പിന്നെ ആൾ വലിയ കുഴപ്പമില്ലാണ്ടായി. ആദ്യമൊക്കെ ചേട്ടൻ മേശപ്പൂവിനൊക്കെ തീ കൊടുക്കാൻ പോകുമ്പോൾ അവൻ കരയായിരുന്നു ചേട്ടൻ അടുത്തേക്ക് പോകും തോറും. പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. അതേ മത്തപ്പൊക്കെ കത്തിക്കുമ്പോൾ ആൾ അതിങ്ങനെ അത്ഭുതമായിട്ട് നോക്കി നിൽക്കുമായിരുന്നു. കുഞ്ഞു ഞെട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു ഉറങ്ങുമ്പോൾ ഇനി ആളെ ഞെട്ടി കരയോ, രാത്രി ഉറക്കം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ. പക്ഷെ ആൾ വലിയ കുഴപ്പമൊന്നുമില്ല. ആൾ സുഖമായിട്ട് ഉറങ്ങി കേട്ടോ. അങ്ങനെ പടക്കത്തിൻ്റെ പണി കഴിഞ്ഞപ്പോൾ അത് കിടന്നുറങ്ങി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് എല്ലാവരുടെയും ഒതുക്കി കണി ഒരുക്കങ്ങൾ തുടങ്ങി.